നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച, വരലക്ഷ്മി വ്രതം. കല്ലുപ്പിന്റെ കൂടെ ഈ ഒരു പൊരുൾ ചേർത്ത് മറച്ച് വീട്ടില് ഈ ഇടത്തില് വെച്ചാല് പണവരവിനും മനസമാധാനത്തിലും വീട്ടില് അഷ്ട ഐശ്വര്യത്തിനും അത് മാത്രമല്ല ഒത്തൊരുമയോടുകൂടി പോകുന്നതിനും എല്ലാം നമ്മളെ തേടി വരുന്നതിനും സുഖസമൃദ്ധമായ ജീവിതത്തിനും ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വഴിപാട് ചെയ്തോളുക. വഴിപാട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പൊരുൾകളാണ് ഇതിന് വേണ്ടിയതെന്ന് നോക്കാം. മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുന്നതിനുള്ള അർപ്പുതമായ നാൾക്കള് നിറയെ ഇരിക്കുന്നുണ്ട്. അത് മുന്നോറുകൾ നമുക്കാകെ കുറിച്ചു വെച്ചിട്ട് പോയത്. ആ മഹാലക്ഷ്മി അമ്മ ഇന്നത്തെ വരലക്ഷ്മി വ്രതത്തിന്റെ ദിവസം നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ചാല് നമുക്ക് എന്ത് വരം വേണമോ അത് അമ്മ നമുക്ക് തന്നിട്ട് പോകുമെന്ന് കുറിച്ചു കൊടുത്ത ദിവസമാണ് വരലക്ഷ്മി വ്രതം. നിറയെ പേര് വന്നിട്ട് ഈ വരലക്ഷ്മി വ്രതത്തെ വരലക്ഷ്മി നോമ്പായിട്ട് എടുക്കും. അതായത് കലശം വച്ചിട്ട് വഴിപെടുന്നത്. ശരിയാ? എന്നാൽ ഒരു ചില പേർക്ക് കലശം വെച്ചിട്ട് വഴിപാട് ചെയ്യുന്ന പഴക്കം ഇല്ലെങ്കിലും അവരും വന്നിട്ട് വീട്ടില് വരലക്ഷ്മി പൂജകളൊക്കെ ചെയ്ത് കൊണ്ടാടി വരുന്നുണ്ട്. എല്ലാ വർഷവും വന്നിട്ട് കർക്കടക മാസത്തിൽ വരുന്ന അവസാനത്തെ വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോ വന്നിട്ട് ഇത്തിരി വിശേഷമായിട്ട് ഈ ആടിമാസം കർക്കടക മാസം തീർന്ന് ചിങ്ങമാസത്തിലാണ് വരലക്ഷ്മി വ്രതം വന്നിരിക്കുന്നത്. സാധാരണ പറയുമ്പോൾ തലേ ദിവസമേ വ്യാഴാഴ്ചയെ അമ്മയെ വീട്ടില് വരുത്തിയിട്ട് വെള്ളിയാഴ്ച പൂജ ചെയ്തിട്ട് ശനിയാഴ്ച വന്നിട്ട് പുനർപൂജ ചെയ്യുന്ന അതാണ് പതിവ്. എന്നാൽ ഒരു ചില പേര് വന്നിട്ട് വെള്ളിയാഴ്ച പൂജ ചെയ്ത് ശനിയാഴ്ച ഒരു ദിവസം വെച്ചിട്ട് ഞായറാഴ്ച പുനർപൂജ ചെയ്യും. ഈ വർഷത്തിൽ എന്നാല് ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് മുന്നേ വരുന്ന ഇന്നലെ വന്ന വ്യാഴാഴ്ച അഷ്ടമി തിഥിയില് അമ്മനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഇന്ന് വെള്ളിയാഴ്ച തന്നെ അമ്മനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതമായി. നിറയെ പേര് അതാണ് പിന്തുടരുന്നത്. കലശം വയ്ക്കുന്നവരാണെങ്കിൽ 9:20 മുതൽ 10:20 വരെയുള്ള സമയത്തിന് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരും. കലശം എടുത്തിട്ട് വന്ന് ലക്ഷ്മി തായേ വരിക വരിക, ലക്ഷ്മി തായേ വരിക വരിക, ലക്ഷ്മി തായേ വരിക വരിക എന്ന് വെച്ച് കലശം വെക്കും. കലശം വന്നിട്ട് അമ്മയുടെ ഉരുവത്തെ അവിടെ തയ്യാർ ചെയ്ത് പൂജയറയിൽ വെക്കും. അതൊക്കെ അറിയാമല്ലോ. വരലക്ഷ്മി പൂജ ചെയ്തതിന് ശേഷം ശനിയാഴ്ച വിട്ടിട്ട് ഞായറാഴ്ചയാണ് പുനർപൂജ ചെയ്യുന്നത്. ഇത് കലശം വെച്ചവർക്ക്. കലശം വയ്ക്കാതെ ചെയ്യുന്നവർക്കും ഇതേ വഴിമുറ തന്നെ. വീട്ടിലിരിക്കുന്ന അമ്മയുടെ ഫോട്ടോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴുകി പൊട്ടു വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ അമ്മയെ വീട്ടിലുള്ളിലേക്ക് കൊണ്ടുവന്നോളുക. ധാരാളമായിട്ട് നിങ്ങൾക്ക് ഈ വരലക്ഷ്മി വ്രതത്തെ വൈകുന്നേരം ചെയ്യുന്നതാണ് ഒത്തിരി വിശേഷം. അപ്പോൾ രാവിലെയും അമ്മയെ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് വൈകുന്നേരത്തും അമ്മയെ കൊണ്ടുവന്ന് പൂജ ചെയ്യാം. ശരിയാ? വൈകുന്നേരം 6:30 അല്ലെങ്കിൽ 7 മണിക്ക് മേലെ സുമംഗലിയായിരിക്കുന്ന സ്ത്രീകളെ വീട്ടിൽ വരവെച്ചിട്ട് അമ്മനക്ക് മുന്നേ പൂജകൾ ചെയ്ത് അവർക്ക് വന്നിട്ട് വെറ്റിലപ്പാക്ക്, ഈ മഞ്ഞച്ചരടുണ്ടല്ലോ, താലിച്ചരട്, മഞ്ഞൾ കുങ്കുമം, പിന്നെ ഒരു ഡ്രസ്സായിട്ടൊരു ബ്ലൗസ് ബിറ്റോ എന്തെങ്കിലും, പൂവ്, ഇതെല്ലാം ചേർത്തൊരു താമ്പൂലം കൊടുക്കുക. ഇപ്പൊ വരുന്നവര് നിങ്ങളിൽ നിന്നും ഏജ് അധികമായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ കാലിൽ വീഴുന്ന നിങ്ങൾ ആശീർവാദം വാങ്ങാം. എന്നിട്ട് ശനിയാഴ്ച ഒരു ദിവസം വിട്ടിട്ട് ഞായറാഴ്ച വന്നിട്ട് നിങ്ങളിപ്പോ കലശം വയ്ക്കുന്നവരാണെങ്കിൽ അതിനകത്തെ പൊരുൾകളെല്ലാം വെളിയിലെടുത്തോളുക. ഈ വരലക്ഷ്മി വ്രതത്തിന് കലശം വയ്ക്കുന്നവര് ഒരു ചില പേര് വന്നിട്ട് വെള്ളം ഒഴിച്ച് ഇത് ചെയ്യും, ഒരു ചില പേര് അരി വെച്ചിട്ട് ചെയ്യും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അത് കലശം വയ്ക്കുന്നവരെ ബാധിക്കുന്നത്. ശരിയാ? എന്ത് ചെയ്താലും പൂജ ചെയ്യുമ്പോൾ നമ്മുടെ അരി വെക്കുന്നില്ലേ, അരി വെക്കുന്ന പാത്രത്തിന്റെ മേലെ വെച്ചിട്ട് വേണം ചെയ്യാനെന്നുള്ളത് മറന്നു പോവാതിരിക്കുക. ഞായറാഴ്ച നല്ലൊരു സമയം നോക്കുക. അത് യമകണ്ഠകാലമോ രാഹുകാലമോ ഒന്നും എടുത്ത് വെച്ച് ചെയ്യരുത്. ഇതാണ് വരലക്ഷ്മി വ്രതത്തിന്റെ ഒരു വഴിപാട് മുറ എന്ന് പറയുന്നത്. ഇപ്പൊ കലശം വയ്ക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച വരെ ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. വെള്ളിയാഴ്ച ഇന്ന് രാവിലെ തന്നെ പൂജകളും ചെയ്തിട്ട് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വൈകുന്നേരം നിങ്ങൾ പൂജ ചെയ്തിട്ട് അന്ന് രാത്രി തന്നെ അമ്മയുടെ ഫോട്ടോയെ താഴെ നമ്മൾ വെച്ചിരിക്കുന്നില്ലേ മരപ്പലകയിൽ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങൾ പൂജയറയിൽ വെക്കാവുന്നതാണ്. ഇത് ഞാൻ റഫായിട്ട് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ടാണ്. നമ്മുടെ
ഓരോ വർഷവും വരലക്ഷ്മി വ്രതം വരുന്ന ടൈമിന് പതിവ് പോട്ടിട്ടേ ഇരിക്കുന്നതാണ്. എല്ലാവരും അത് ഫോളോ ചെയ്ത് വരുന്നതുമാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ കലശത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ദെൻ ഇതല്ലാതെ ഇന്നത്തെ ദിവസം വരലക്ഷ്മി വ്രതം ദിവസം ചെയ്യേണ്ട വഴിപാടുകളും ഒരു ചില താന്ത്രിക മുറകളും ഉണ്ട്. അത് ചെയ്താൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളെയും മുന്നേറ്റങ്ങളെയും നമുക്ക് തന്നിട്ടേയിരിക്കും. അതില് ഞാനിപ്പം പറയുന്ന ഈ ഒരേ ഒരു പരിഹാരം വന്നിട്ട് പണവരവിനെ അതിരടിയായിട്ട് ഉയർത്തിയിട്ടേ പോകും. എന്ന് വെച്ചാൽ എവിടെ നിന്നായാലും നമുക്ക് പണം വന്നിട്ടേ ഇരിക്കുമെന്ന്, 16 സെൽവങ്ങളും നമ്മളിടം വന്നു ചേരുമെന്ന്. ഇതിലും ഉപരി സ്വർണം, വെള്ളി, ധനസമൃദ്ധി, സമാധാനം, നമ്മളെ തന്നെ തേടി വരുന്ന ഒരു യോഗം ഇതിലൂടെ നമുക്ക് വന്നു ചേരും. നിങ്ങൾ ഇതിനു വേണ്ടിയ പൊരുൾകളെല്ലാം തയ്യാർ ചെയ്ത് വെച്ചോളുക. കൂടുതലൊന്നും പൈസ കൊടുത്ത്, അധികം പൈസയൊന്നും കൊടുത്ത് വാങ്ങാൻ വേണ്ടിയ ആവശ്യമില്ല. ഒരേ ഒരു പൊരുൾ വന്നിട്ട് കല്ലുപ്പ് കൊണ്ട് മറച്ച് നിങ്ങൾ പൂജയറയിൽ വെച്ചോളുക. കല്ലുപ്പു എന്നത് മഹാലക്ഷ്മി അമ്മയുടെ അംശമുള്ള ഒരു പൊരുള്. അതിന്റെ മഹിമയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇതില് ഒരു പൊരുൾ വന്നിട്ട് മറച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എന്താന്ന് ചോദിച്ചാല് വശീകരണത്തിന് ഏർപ്പെടുത്തக்கூடிய ഒരു അത്ഭുതകരമായ ഒരു താന്ത്രിക പൊരുള്. അതാണ് വയമ്പ്. ഇത് വന്നിട്ട് നാട്ടുമരുന്ന് കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. അത് കിട്ടില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്, അതെല്ലാം കിട്ടുന്ന പൊരുൾകളാണ്. ഈ വശമ്പിന് വന്നിട്ട് എന്തൊക്കെ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യാമെന്ന് നോക്കിയാല്, വയമ്പ് വെച്ചാല് കൺദൃഷ്ടി നീങ്ങും. ഇപ്പൊ ഒരു വയമ്പെടുത്ത് നമ്മൾ വീട്ടിൽ വയ്ക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്നുള്ള കൺദൃഷ്ടി, പൊറാമ, പാർവ അതെല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവും, വിരട്ടി ഓടിക്കുമെന്ന്. അടുത്തതായിട്ട് എതിർമറയാട്ടല് എന്ന് വെച്ചാൽ വശമ്പിനെ വന്നിട്ട് തീയിൽ ചുട്ടെടുത്ത് അതിനെ വന്നിട്ട് കരിയായിട്ട് എടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന കെട്ട ശക്തികള്, എതിർമറയാട്ടലുകള് അതെല്ലാം നീങ്ങി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരും. അടുത്ത് പണവരവും ലക്ഷ്മി കടാക്ഷവും. വശമ്പ് വന്നിട്ട് ഒരു ചെറിയ തുണിയിൽ കെട്ടി വെക്കുന്നതിലൂടെ തീർച്ചയായിട്ടും വന്നിട്ട് പണവരവ് അധികരിക്കും. അടുത്തത് എന്താ വെച്ചാല് വശമ്പിനാലെ വാസ്തുദോഷത്തിൽ നിന്നും നമ്മുടെ വീടിനെ സംരക്ഷിക്കും. വീട്ടിൽ യാതൊരു തരത്തിലുള്ള മോശപ്പെട്ട ശക്തികളും വരാതെ വാസ്തു കുറവുകളെല്ലാം നികത്തപ്പെടുന്ന ഒരു ശക്തി വന്നിട്ട് വശമ്പിന് ഇരിക്കുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഭയം. രാത്രി കിടക്കുമ്പോൾ മോശപ്പെട്ട സ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങളൊക്കെ കാണുന്നില്ലേ? കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് വീട്ടിലൊരു കൊണ്ട് വശമ്പെടുത്ത് വെച്ചാലും മതി, അത് താനേ നിന്നോളും. ഇതാണ് വശമ്പിനിരിക്കുന്ന ആത്മീയ ഫലങ്ങൾ വന്നിട്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാല്, ഇന്ന് വരലക്ഷ്മി വ്രതത്തിന്റെ അന്ന്, ഇന്ന് വെള്ളിയാഴ്ച, നിങ്ങൾ കലശം വച്ചാലും ശരി, കലശം വെക്കാമ പൂജ ചെയ്താലും ശരി, നിങ്ങളുടെ വീട്ടിലെ പൂജയറയില് ഒരു ചെറിയ തുണി വിരിച്ചിട്ട് അതിന്റെ മേലെ ഒരു തട്ടോ ഇല്ലെങ്കിൽ കണ്ണാടി ബൗളോ അതോ അല്ലെങ്കിൽ മൺപാത്രമോ, ഞാൻ ഈ കാണിക്കുന്നില്ലേ ഇതുപോലെയുള്ള മൺപാത്രമോ വെച്ചിട്ട് എടുത്തു വെച്ചോളുക. എന്നിട്ട് അതിന്റെ മേലെ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് എടുത്ത് വയ്ക്കുക. അത് ചിമ്പ വെച്ചോളുക, കാണുന്നുണ്ടല്ലോ. എന്നിട്ട് അതിന്റെ മേലെയായിട്ട് ഒരു ചെറിയ തുണ്ട് വശമ്പും ഒരു ചില്ലറ നാണയം, അതായത് ഒരു കോയിനും കൂടെ വെച്ചോളുക. അത് 1 രൂപയോ 2 രൂപയോ 5 രൂപയോ 10 രൂപയോ നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ ഒരേ ഒരു നാണയവും കൂടെ വെച്ചോളുക. ഈ 2 പൊരുൾകളും നിങ്ങൾ കല്ലുപ്പിന്റെ മേലെ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ട് ഈ വശമ്പും ഈ ചില്ലറ നാണയം ഉണ്ടല്ലോ അത് ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന മാതിരി അതിന്റെ മേലെ തൂവിക്കൊള്ളുക. ഇത്തിരി ഈസി ആയിട്ട് പറഞ്ഞാൽ ഒരു കണ്ണാടി ബൗളിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം അതിന്റെ മേലെ വശമ്പും നാണയവും വെക്കുക. ദെൻ ആ 2 പൊരുൾക്കളും മറഞ്ഞിരിക്കണം, വെളിയിൽ കാണാത്ത രീതിക്ക് വീണ്ടും കുറച്ച് കല്ലുപ്പൂടെ അതിൽ ഇട്ടോളുക. ഇത്രയേ ഉള്ളൂ. എന്നതിന് ശേഷം ഈ നമ്മൾ വെച്ച ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ ഈ മൺപാത്രം ഉണ്ടല്ലോ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി എനിക്ക് സന്തോഷവും സമാധാനവും പണവരവും ഉണ്ടാവണേ എന്ന് നന്നായിട്ട് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിച്ചോളുക. എന്ത് പ്രശ്നം ഇരുന്നാലും അത് അമ്മയുടെ മുന്നേ നിങ്ങൾ അമ്മയോട് സത്യസന്ധമായിട്ട് പറയണം. വരലക്ഷ്മി വ്രതം എന്നാല് ഇന്നത്തെ ദിവസം ആര് അമ്മനെ വണങ്ങി എന്ത് ചോദിച്ചാലും അത് അമ്മ കൊടുക്കും എന്ന് എഴുതി കൊടുത്ത മാതിരി ഉള്ള ഒരു ഐതിഹ്യം ഇരിക്കുന്നുണ്ട് ഇതിന്. സോ നിങ്ങൾ മനസ്സറിഞ്ഞ്
നന്നായിട്ട് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തോളുക. അമ്മയുടെ അംശമുള്ളതാണ് കല്ലുപ്പ്. ഒരു വീട്ടിൽ വന്നിട്ട് ഏതൊരു സാധനം കുറഞ്ഞു പോയാലും കല്ലുപ്പ് ഒരിക്കലും കുറയാൻ പാടില്ല. അത് വന്നിട്ട് ഭരണിയിലോ ഗ്ലാസ് ജാറിലോ ഇട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊള്ളുക. മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണു ഭഗവാനും ഇരിക്കുന്ന ഒരു സിംഹാസനമാണ് കല്ലുപ്പെന്ന് ഐതിഹ്യം പറയുന്നത്. വശമ്പന് വന്നിട്ട് പണ ഈർപ്പ് കൊണ്ടുവരാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവാണ് ഇരിക്കുന്നത്. വശമ്പിന്റെ കൂടെ ഏതൊരു പൊരുൾ ചേർത്ത് വെച്ചാലും അത് 10 മടങ്ങ് പെരുകി പെരുകി പോകും. അപ്പൊ നമ്മളിവിടെ കോയിനാണ് വെച്ചിരിക്കുന്നത്. പണവരവിനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ചില്ലറ നാണയം എന്നാല് ലക്ഷ്മി അമ്മയുടെ അംശമിരിക്കുന്നത്. അപ്പൊ വന്നിട്ട് ഈ 3 പൊരുൾകളും ചേർത്ത് വെച്ച് പൂജ ചെയ്യണം. എന്നതിന് ശേഷം ഇത് പൂജയറയിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയുണ്ടല്ലോ, അവിടെ ബ്യൂറോ ഉണ്ടെങ്കിൽ ബ്യൂറോയുടെ മേലെയോ അല്ലെങ്കിൽ അടിയിലെയോ, അതായത് കാൽപ്പെടാത്ത മാതിരി നിങ്ങൾ ഇത് വെച്ചോളുക. എന്നിട്ട് നിങ്ങളിത് 3 മാസത്തില് ഏതെങ്കിലും ഒരു വളർപ്പിട വെള്ളിയാഴ്ച അന്നേക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്തോളുക. എങ്ങനെയെന്ന് വെച്ചാൽ ഈ വശമ്പിനെയും കല്ലുപ്പ് വെള്ളത്തിൽ കരച്ച് കളയുക, വശമ്പ് കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക, ചില്ലറ നാണയം വെച്ചോളുക. അത് എഗെയിൻ നമുക്ക് റിപ്പീറ്റഡ്ലി ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ വീണ്ടും എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ നടക്കുക? വീട്ടിനുള്ളിൽ പണവരവ് എന്നത് അധികമായിട്ട് വന്നിട്ടേയിരിക്കും. സെൽവ കടാക്ഷം പെരുകും. ചുമ്മാ തേവയില്ലാത്ത ചെലവുകളൊക്കെ വീട്ടിൽ വരുമില്ലേ, അതെല്ലാം നമ്മളിൽ നിന്ന് മാറി പൈസ നമ്മൾ സ്വരൂപിക്കാൻ തുടങ്ങും. ഇപ്പോൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയില്ല, അല്ല നമുക്കൊരാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്, മാത്രമല്ല നമ്മുടെ ബിസിനസ് ഭയങ്കര ഡള്ളായിട്ട് പോകുന്നു, ഇങ്ങനെ ഏത് കാരണത്തിന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തിലോ എവിടെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാവുന്നതാണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തോളുക, നല്ലതേ നടക്കും. പിന്നെ ഇന്ന് ഈ വരലക്ഷ്മി വ്രതം നിങ്ങൾ വിടുകയാണെങ്കിൽ ഈ വഴിപാട് എപ്പോൾ ചെയ്യുന്ന ചോദിച്ചാൽ നിങ്ങൾ അടുത്ത് വരുന്ന വെള്ളിയാഴ്ച ചെയ്തോളുക. ശരിയാ? വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റിൽ ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ആവാം. പതിവ് പിടിച്ചിരുന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.